പ്രൈസ് ലോർഡ്. നരച്ച തല ശോഭയുള്ള കിരീടമാണോ? ബൈബിൾ പൂർണ്ണമാണോ? ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സദൃശ്യവാക്യങ്ങൾ 16:31 നരച്ച തല, അതായത് തലമുടി, ശോഭയുള്ള കിരീടമാകുന്നു. നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാമെന്ന് സോളമൻ എഴുതിയിരിക്കുന്നത് സ്വന്തം അഭിപ്രായം മാത്രമാണ് എന്ന് ലോകത്തുള്ള മനുഷ്യരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉദാഹരണമായി, വധിക്കപ്പെട്ട ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ എന്നീ ഭീകരന്മാർ നരച്ച തലയുള്ളവരായിരുന്നു. ഫോട്ടോ കാണുക. ഇവരൊക്കെ നീതിയുടെ മാർഗത്തിൽ പ്രവർത്തിച്ചവരല്ല എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇവരുടെ ചിത്രം ഒന്ന് നോക്കാം. ഇതാണ് ഇവർ രണ്ടുപേരും. ഇവർക്ക് നരച്ച തലയല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ബൈബിൾ മുഴുവനും സ്വർഗത്തിൽ നിന്നും കെട്ടി ഇറക്കിയതാണെന്നും ഇതിൽ യാതൊരു തെറ്റുകളുമില്ല എന്ന വാദം ശരിയല്ല എന്ന് മനസ്സിലാക്കാം. യേശുക്രിസ്തു പറഞ്ഞത് ന്യായപ്രമാണത്തിൻ്റെ പുള്ളി മാറ്റമില്ല എന്നാണ്. മത്തായി 5:18 അത് പറയുന്നത്. അതൊന്ന് നോക്കാം. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. സോളമൻ്റെ പുസ്തകങ്ങൾ ഇതിൽ പെടുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം സോളമൻ്റെ പുസ്തകങ്ങളിൽ ന്യായപ്രമാണമല്ല എഴുതിയിരിക്കുന്നത്. സോളമൻ്റെ ഉത്തമഗീതം എന്ന പുസ്തകം ബൈബിളിൽ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഉത്തമഗീതത്തിലെ ചില വചനങ്ങളെ സഭയായി വ്യാഖ്യാനിച്ച് ഈ പുസ്തകത്തെ വെളുപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ബൈബിളിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതായിരുന്ന 2 ശമൂവേൽ 1:18 പറയുന്ന ശൂരന്മാരുടെ പുസ്തകം, ഹാനോക്കിൻ്റെ പ്രവചന പുസ്തകം, യൂദ 1:14-15 പറയുന്നത് എന്നിവ ഇപ്പോഴത്തെ ബൈബിളിലില്ല. ഈ 2 വചനങ്ങളൊന്ന് വായിക്കാം. 2 ശമൂവേൽ 1:18 അവൻ യഹൂദാ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിക്കാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെയാണ് ഈ ശൂരന്മാരുടെ പുസ്തകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ യൂദായിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. യൂദ 1:14-15 ആദാം മുതൽ 7ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്. ഇത് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ ഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട ഭാവികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരും കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഇത് ഹാനോക്കിൻ്റെ പ്രവചനമാണ്. പക്ഷേ ഹാനോക്കിൻ്റെ ഇങ്ങനൊരു പുസ്തകം ബൈബിളിലില്ല. ഈ ഒരു കമൻറ്റ് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് തല നരച്ചത് കൊണ്ട് അവർ വിശുദ്ധന്മാരാകില്ല. രണ്ടാമത്തേത് ബൈബിള് ഒരു തെറ്റുമില്ല എന്നുള്ള പലരുടെയും സംസാരം ശരിയല്ല എന്നുള്ളതുമാണ് നമ്മൾ പഠിച്ചത്. ബൈബിളിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റമില്ല. അത് വളരെ കൃത്യമാണ്. പക്ഷേ ഇങ്ങനെ ചിലരുടെ അഭിപ്രായങ്ങളൊക്കെ സ്വന്തം അഭിപ്രായങ്ങളായിട്ട് എഴുതിയതായിട്ടുണ്ട്. അതൊന്നും നമുക്ക് ദൈവത്തിൻ്റെ വചനമായിട്ട് എടുക്കാൻ പറ്റില്ല. തലനരച്ചവരൊക്കെ മഹാന്മാരാണ് പറഞ്ഞെടുക്കുന്നവരുണ്ട്. അതൊന്നും ശരിയല്ല. ഈ 2 കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയത്.